എന്ത് തോന്നുന്നു വെച്ചാൽ ഇത് ഒരു നല്ല തുടക്കമാണ്. അതായത് തങ്ങൾക്ക് നേരെ എന്തെങ്കിലും ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അത് മാറി നിന്നുകൊണ്ട് അതിന് മേലൊരു നടപടി സ്വീകരിക്കണമെന്ന് ആരോപിതരായ മനുഷ്യർ തന്നെ അത് തീരുമാനിക്കുന്നതാണ് അതിൻ്റെ ഒരു ഉചിതമായ രീതി എന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇൻഡസ്ട്രി ഇത്രയും കാലമായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോഴും ഒത്തിരി സ്ത്രീകൾ മുന്നേ നടന്നതും ഇപ്പോൾ നടന്നതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു കാര്യത്തിലേക്ക് എത്തിച്ച ഒരു സംഭവമുണ്ട്. ഞാൻ അതിജീവിതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തൻ്റെ ഒരു പ്രശ്നം അവതരിപ്പിച്ച ഒരു നടിയുണ്ട് ഇവിടെ. അതിന് ശേഷം ഇൻഡസ്ട്രി എടുത്ത നിലപാടുകൾ അറിയാം. പിന്നെ WCCയുടെ ഒരു രൂപം കൊള്ളൽ, WCCയുടെ ഒരു മുൻകൈയിൽ വന്ന ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പോലും 4-4.5 വർഷം കഴിഞ്ഞിട്ടാണ്. എന്നിട്ടും അതിന്മേലുള്ള ചർച്ച കണ്ടു. ആ പറഞ്ഞ വ്യക്തികൾ, അതിലെ വിക്ടിം പൊസിഷനിൽ നിൽക്കുന്ന ആളുകളുടെ മേലെ സമ്മർദ്ദം കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇനി മുന്നോട്ട് വരികയാണെങ്കിൽ ഇതുവരെയുള്ള നമ്മുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ മരിച്ചു പോയവരായിക്കോട്ടെ എപ്പോഴും ജീവിച്ചിരിക്കുന്നവരായിക്കോട്ടെ എത്ര പേർക്ക് നീതി കിട്ടിയിട്ടുണ്ട്. ഇനി അഥവാ അപ്പുറത്ത് പ്രതിസ്ഥാനത്ത് ആരെന്നുള്ളതും കൂടിയുണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും നീതി നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ തുലോം പവർലെസ് ആയിട്ടുള്ള മനുഷ്യരുടെ മേലാണ് നീതി നടപ്പാക്കിയിട്ടുള്ളത്. അതല്ലാതെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ പവർ പൊസിഷനിൽ വരുന്നവരാണ് ഈ പ്രതികൾ എന്നുണ്ടെങ്കിൽ കേസൊക്കെ തേഞ്ഞു മാഞ്ഞേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ആത്മവിശ്വാസം കിട്ടാത്ത ഒരു സമൂഹത്തിൽ നീതി നടപ്പിലും നിന്നുകൊണ്ടും കൂടിയാണ് ഈ പെൺകുട്ടികളൊക്കെ തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ പറയാൻ വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ കുറച്ചും കൂടി മാന്യമായ രീതിയിൽ ആരോപിതർ സ്വയം മാറി നിൽക്കുകയും ഗവൺനിങ് സിസ്റ്റം അതിനകത്ത് നടപടികൾ എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല കീഴ്വഴക്കങ്ങളും കൂടി ഉണ്ടെങ്കിൽ നിലനിൽക്കുന്ന ഒരു മൂല്യബോധം ഉണ്ടെന്ന് സ്ത്രീകളോട് എന്തും ആവാം. അതിപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത് ഇൻഡസ്ട്രിയിലല്ല എന്ന് പറഞ്ഞിട്ട് കാറിയിട്ട് കാര്യമില്ല. ശരിയാണ്, ഞങ്ങൾ സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏതിടത്തു നിന്നും നോട്ടം കൊണ്ടും വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും നിരന്തരം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ റേപ്പ് ജോക്കുകളാണെങ്കിലും. ആ ഒരു റേപ്പ് കൾച്ചറുണ്ട്. അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങണം. ഇനിയെങ്കിലും അത് എങ്ങനെയാണ് നല്ല രീതിയിൽ ഒരു വർക്ക് സ്പേസ് സമൂഹം ഉണ്ടായി വരേണ്ടത് എന്നുള്ളത് ഇവിടെ നിന്നെങ്കിലും ഇനി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. രണ്ടുപേരും രാജിവെച്ച ഗത്യന്തരമില്ലാതെയാണ്, പക്ഷെ ക്രൈം അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇനി എന്ത് തുടർ നടപടികൾ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്? ക്രൈം അവിടെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു ചെറിയ ഗ്രാവിറ്റിയുള്ള ക്രൈമുകളാണ്. അപ്പോൾ വലിയ ക്രൈം ഇനി എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനി ആരെ നടപടി എടുക്കേണ്ടത്? ഇനി വീണ്ടും ഇത് പറഞ്ഞതുപോലെ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇനി ആർക്കാണ് ഇനി ആത്മവിശ്വാസം കൊടുക്കേണ്ടത്? ആരുടെ ട്രോമയാണ് ഇവർ മാറ്റാൻ ശ്രമിക്കേണ്ടത്? അപ്പോൾ സാധാരണ ഇതിലൊരു ക്രൈം ഉണ്ടായാൽ എന്താണ് നടക്കേണ്ടത്? കേസ് നടത്തണം അല്ലേ? അല്ലെങ്കിൽ അതിന്മേലൊരു അന്വേഷണം ഉണ്ടാവണം. നമ്മളിത് ആരും ഇതിനകത്ത് എനിക്ക് വ്യക്തിപരമായിട്ടെന്ന് പറഞ്ഞാൽ ഇത്തരം മൊറാലിറ്റീനെ കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇത് പുരുഷന്മാരാണ് അത് അങ്ങനെയാണ് ചെയ്യുക, അല്ല. ഇത് ഒന്നും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആദ്യം ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ലൈംഗികത ഇറ്റ്സെൽഫ് ഒരു ക്രൈം എന്നുള്ള രീതിയിലേക്ക് വളരെ പരിതാപകരമായ രീതിയിൽ ആ ഒരു ആക്ട് മാറിപ്പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നേരെ മറിച്ച് രണ്ട് വ്യക്തികൾക്ക് ഇടയിലുണ്ടാകേണ്ട സ്വാഭാവികമായ ഉഭയസമ്മത പ്രകാരമുള്ള എന്നൊക്കെ പറയുമ്പോഴും ചില പവർ സ്ട്രക്ചറിനകത്ത് ഉഭയസമ്മതം എന്ന് പറയുന്നത് അത്ര നിഷ്കളങ്കമല്ല. 1 to 1 ആൺകുട്ടികൾ പെൺകുട്ടികൾ പ്രേമിക്കുന്നു, വഴക്കുണ്ടാവുന്നു, അല്ലെങ്കിൽ അവർ ഒന്നിച്ച് ജീവിക്കുന്നു എന്നുള്ള വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് സാധ്യമാവേണ്ടതാണ്. മറിച്ച് ഒരു പവർ സ്ട്രക്ചറിനകത്ത് നിങ്ങൾ ഉഭയസമ്മതം എന്ന് പറയുന്നത് അത്ര നിഷ്കളങ്കമായ ഒരു വാക്കല്ല. അതിനകത്ത് മാനിപ്പുലേഷൻ ഉണ്ട്, പ്രഷർ ഉണ്ട്. അപ്പോൾ അങ്ങനെയല്ല ഒരു വർക്ക് സ്പേസ് ഉണ്ടാവേണ്ടത്. അതിപ്പോൾ സിനിമ എന്ന് മാത്രമല്ല, എവിടെയാണെങ്കിലും. അടുത്ത ആഴ്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു നീതി നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ ഹൈക്കോടതിയുടെ ഭാഗത്ത്? കാരണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല. ഇല്ല, നമുക്ക് നീതിയെക്കുറിച്ച് പ്രതീക്ഷ വെച്ച് പുലർത്തലേ പറ്റുള്ളൂ. അതല്ലാതെ നീതി അൾട്ടിമേറ്റ്ലി എങ്ങനെയെങ്കിലും എത്തുമെന്ന് നമുക്ക് ഒരു ഡെഫിനിഷൻ ഒന്നും അതിന് കൊടുക്കാനില്ല. കാരണം ഇപ്പോൾ അത് ഹോളിവുഡ് തൊട്ടാണെങ്കിലും ഈ മീറ്റു മൂവ്മെൻറ്റുകൾ ഉണ്ടാകുകയും വലിയ നടികളൊക്കെ തങ്ങൾക്കുണ്ടായ അനുഭവം വളരെ മെറിൽ സ്ട്രീപ്പൊക്കെ എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് അവർക്കുണ്ടാകുന്ന അനുഭവം പറയുന്നതും അവർ കോ ആക്ടർ എത്ര അബ്യൂസീവായിട്ട് അവരോട് പെരുമാറി എന്നുള്ളതൊക്കെ നമ്മൾ അറിയുമ്പോൾ
അത്തരം നമ്മൾ വളരെ മുന്നോട്ട് പോയി എന്ന് പറയുന്ന സമൂഹങ്ങളിൽ പോലും ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ ഇത്രയും ഒരു എന്താ പറയണ്ടേ അൺഡെമോക്രാറ്റിക് സ്പേസിനകത്ത് നമ്മൾ ജനാധിപത്യം എന്നൊക്കെ പറയാനേ ഉള്ളൂ, ഒട്ടും ജനാധിപത്യപരമല്ല നമ്മളുടെ ഇടങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അതും തീരെ പവർ സ്ട്രക്ചറിനകത്ത് ഏറ്റവും താഴെ നിൽക്കുന്ന പെൺകുട്ടികൾ, മനുഷ്യർ ലൈംഗിക അതിക്രമം തുടങ്ങി എന്തെല്ലാം തരത്തിലുള്ള ഹ്യൂമിലിയേഷന് വിധേയരായിട്ടുണ്ടാവും എന്നുള്ളതൊക്കെ ഇനി തിരിച്ച് ചിന്തിക്കണം. അത് ചിന്തിക്കുന്ന ഒരു പൊതുസമൂഹത്തിൻ്റെയും കൂടി പ്രഷറാണ് ഇന്ന് ഇവർക്കൊക്കെ രാജിവെക്കേണ്ടി വരുന്നത്. അവരെല്ലാം വളരെ മയത്തിൽ സംസാരിക്കാൻ തുടങ്ങുന്നത്. അവർക്കിനി അതങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് അമ്മയ്ക്കകത്ത് പോലും തന്നെ ഒരു സ്പ്ലിറ്റ് ഉണ്ടായി, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അതിനും അവർക്ക് പോലും ധൈര്യം തരുന്നതിനൊരു വഴി ഒരുക്കിയത് ചെറിയൊരു ഗ്രൂപ്പാണെങ്കിലും WCCയിലെ സ്ത്രീകൾ എടുക്കുന്ന എഫേർട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ അത് ആർക്കും അത് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. ഇവരെന്തോ മുന്നോട്ട് വയ്ക്കുന്നതിൽ എന്തോ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ പൊതുസമൂഹവും അതിനകത്ത് സ്ത്രീകളും മനുഷ്യരും തയ്യാറായി എന്നുള്ളതൊരു നല്ലൊരു തുടക്കമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കോടതിക്ക് തന്നെ ഇത് ശരിയല്ല, കോടതി തന്നെ അതിനകത്ത് മുൻകൈ എടുത്ത് വരികയാണെങ്കിൽ ഗവൺമെൻറ് പ്രഷറൈസ്ഡ് ആവും, ഗവൺമെൻറ്റിന് എന്തെങ്കിലും ചെയ്യേണ്ടി വരും.